സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് അതായത് ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ആൽഗോരിതംസ് വർക്ക് ചെയ്യുന്നതാണ്. ഒരു ടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആണ് ഞാൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ ആപ്ലിക്കേഷൻസിന്റെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ആൽഗോരിതംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം. ഇനി ആൽഗോരിതംസ് മാത്രമല്ല, ഈവൻ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ലൈക്ക് ചെയ്യണം, ഒരു യൂസർ എങ്ങനെ ലൈക്ക് ചെയ്യണം, അതൊരു പോസ്റ്റ് കാണുന്നു, ആ പോസ്റ്റ് എങ്ങനെ ലൈക്ക് ചെയ്യണം, ഇവരിങ്ങനെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ സമയം ആപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തോന്നുമോ എന്നുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഹവേഴ്സ് ഓഫ് റിസർച്ചിന്റെ അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ടീംസ് ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോ അൽഗോരിതംസ് ആർ ഡിസൈൻഡ്, എഞ്ചിനീയർഡ്. അൽഗോരിതംസ് നമ്മൾ എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത് തന്നെ എങ്ങനെ ഒരു യൂസറിനെ ആപ്പിൽ കൂടുതൽ എൻഗേജ് ചെയ്യാം, എങ്ങനെ ഒരു യൂസറിനെ ആപ്പിൽ പിടിച്ചു നിർത്താം. അതെ അതെ അതെങ്ങനെ തന്നെ പറയാം, എങ്ങനെ യൂസറിനെ ആപ്പിൽ പിടിച്ചു നിർത്താം എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു സ്റ്റഡിയിൽ നിന്നാണ് ഓരോ നമ്മൾ ഈ കാണുന്ന ഒരു ബിഗ് സ്കെയിൽ ആപ്ലിക്കേഷൻസിന്റെ എല്ലാം അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ രാത്രി ഉറങ്ങാൻ പോകും, ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴത്തേക്കും വിൽ ക്യാരി ദ ഫോൺ ടു അവർ ബെഡ്. അത് എല്ലാവരും ഒരുപാട് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെവർ ക്യാരി യുവർ ഫോൺ ടു അവർ ബെഡ് എന്ന് പറയുന്ന സാധനം. ഇപ്പം രാവിലെ ഓഫീസിൽ എത്തണം. സോ എൻ്റെ റുട്ടീൻസിൽ പകുതിയും ഏർലി മോർണിംഗ് ആണ് നടക്കുക. എൻ്റെ ജോലികളിൽ പലതും ഏർലി മോർണിംഗ് ആണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ എണീക്കേണ്ട പല ആവശ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് ആണ് പല റുട്ടീൻസും നടക്കുക. അപ്പം ഏർലി മോർണിംഗ് എനിക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ദിവസത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ് ഔട്ട് ആവും. ഇതൊക്കെ അറിയാവുന്ന ആളാണ് ഞാൻ. എനിക്കറിയാം ഹൗ അൽഗോരിതംസ് വർക്ക്, എങ്ങനെയാണ് നമ്മൾ ആപ്പിലേക്ക് പിടിച്ചിരുത്തുക എന്നുള്ള കാര്യവും എനിക്കറിയാം. എന്നിട്ട് ഞാൻ ഈ ഫോണും കൊണ്ട് ഞാൻ ബെഡിലേക്ക് പോകുന്നു. ആൻഡ് അലാറം വെക്കാനായിരിക്കും. ഡെയിലി ഞാൻ എൻ്റെ അലാം ഓരോ ദിവസവും ഓരോ അലാമാണ്, റിപ്പീറ്റിംഗ് അലാറം ഇല്ല. അപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ അലാമാണ് വെക്കുക. അപ്പൊ അലാം വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഫോൺ എടുക്കുക. ഫോൺ എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പം യൂട്യൂബ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് യൂട്യൂബ് ഇരിക്കുന്നിടത്തോട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇരിക്കുന്നിടത്തോട്ടോ പോയിട്ട് ഞാൻ പുതിയ പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന രീതിയിലായിരിക്കും ആദ്യമേ ഞാൻ എടുക്കുക. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഏതാണെങ്കിലും എടുക്കുന്നു. പിന്നീട് അങ്ങോട്ടൊരു എൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്, അറിയുന്നില്ല, ഞാൻ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ആ ഒരു സ്ക്രോളിങ്ങിൽ കൂടെ അങ്ങനെ പോവാണ്. ഓരോ പോസ്റ്റ് കാണുന്നു, ഓരോ പോസ്റ്റ് കണ്ടിട്ട് പിന്നീട് റീൽസ് സെക്ഷനിലേക്ക് പോകുന്നു, കുറച്ച് റീൽസ് കാണുന്നു. അത് കഴിഞ്ഞിട്ട് അതെ ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട്, ഒരു 2-3 പേര് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓഫീസില് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് ഷെയർ ചെയ്യുന്നു. പിന്നെ ആ റീൽസിനെ പറ്റി അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം റീൽസ് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് പിന്നീട് എക്സ്പ്ലോർ പേജിലേക്ക് പോകുന്നു. എക്സ്പ്ലോർ പേജിലേക്ക് പോയതിനു ശേഷം കുറെ എക്സ്പ്ലോർ പേജ് എന്ന് പറയുന്നത് തന്നെ എക്സ്പ്ലോറേഷൻ ആണ്. അതിന് അറിഞ്ഞു തന്നെയാണ് എക്സ്പ്ലോർ എന്ന് പേരിട്ടിരിക്കുന്നത്. സോ എക്സ്പ്ലോർ പേജിൽ തന്നെയാണ് സെർച്ചും കൊണ്ടുത്തിരിക്കുന്നത്. ഞാൻ എക്സ്പ്ലോർ പേജ് എടുക്കുന്നു. എക്സ്പ്ലോർ പേജിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് ഉണ്ടാവും, അത് സ്ക്രോൾ ചെയ്യുന്നു, അത് വാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി യൂട്യൂബിലേക്ക് എത്തുന്നു. ഞാൻ യൂട്യൂബിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കാണ്, യൂട്യൂബിൽ എത്തി കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഞാൻ റിയലൈസ് ഞാൻ യൂട്യൂബിലല്ലായിരുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ഓഫ് എൻഡ്ലെസ് സ്ക്രോളിംഗ്. അതിനുശേഷമാണ് ഉറങ്ങാൻ കിടക്കുക. ഉറക്കം ശരിയാവില്ല, ഒന്നാമത്തെ കാര്യം. രാവിലെ എണീക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് കഴിയുമ്പോൾ ഇനിയൊന്ന് ഉറങ്ങിയാലോ എന്നുള്ള കാര്യമുണ്ട്. കാരണം ഇപ്പം നമുക്കൊക്കെ ഒരുപാട് ലേണിംഗ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കോഴ്സസ് ലേൺ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ അലീനയ്ക്കാണെങ്കിൽ പോലും നമുക്കുള്ള ലേണിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഹാപ്പൻ ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആണ്. അപ്പൊ ഇതൊന്നും ഹാപ്പൻ ചെയ്യൂല. ഈ ഒരു ദിവസത്തെ ഉറക്കം ഇത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് അടുത്ത ദിവസം എണീക്കാൻ പറ്റൂല, അതിന്റെ അടുത്ത ദിവസം എണീക്കാൻ പറ്റൂല. ഈ കഴിഞ്ഞ ദിവസത്തെ ഉറക്കം ഇങ്ങനെ ലാഗ് ചെയ്ത് കിടക്കുന്നതിലാണ് തോന്നുന്നത്. ഓഫീസിൽ വരുന്നു. ഓഫീസിൽ വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഉള്ള സമയം, അതൊരു 2:00 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പകുതി ഉറക്കത്തിലാണ് പിന്നെ വർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ബാക്കിയുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ പകുതി ഉറക്കത്തിൽ നിന്ന് എണീച്ചാണ് വന്നത്.
പിന്നെ ആ ഉറക്കത്തിന്റെ ഒരു ലാഗ്. അപ്പൊ ഇത് എൻ്റെ ഒരു മേ ബി ഞാൻ വീക്ക്ലി വൺസോ അല്ല എനിക്ക് ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഇത് ഡെയിലി ഹാപ്പൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. കാരണം ലൈക്ക് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമ്മളെല്ലാവരും തമ്മിലുണ്ടായ ഒരു കോൺവെർസേഷനിൽ എക്സ്പ്ലോർ പേജിൽ എങ്ങനെ നമ്മൾ സംസാരിച്ച പല കാര്യങ്ങളും വരുന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ മൈക്രോഫോൺസിനെ പറ്റി നമ്മളിപ്പോ ഇരുന്ന് സംസാരിച്ച ഒരു ഹെഡ്സെറ്റിനെ പറ്റി പിന്നീട് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും. സോ ഇറ്റ് ക്യാപ്ചേഴ്സ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദാറ്റ് വി സ്പീക്ക് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനോ പറഞ്ഞ ആ കോൺസ്റ്റന്റ് സ്ക്രോളിങ്ങിനെ പറയുന്ന ഒരു പേരുണ്ട്, ഡൂം സ്ക്രോളിംഗ് എന്നാണ് പറയുന്നത്. ബേസിക്കലി ഡൂം മീൻസ് ദി എൻഡ് എന്നൊരു അർത്ഥം വരുന്നതാണ് ഡൂം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സ്ക്രോൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈം പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏത് ടൈം പീരീഡിൽ എൻഡ് ചെയ്തത് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവും. സംടൈംസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 9 മണിക്കായിരിക്കും, ഞാൻ എൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ 1 മണിക്കായിരിക്കും. കാരണം എന്നെ അതിനിടയിൽ ആരും ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, ഞാൻ കിടക്കാൻ പോയ ഒരാളാണ്. അപ്പൊ ഈ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ബെഡ് ടൈമിലേക്ക് നമ്മൾ ഈ ഫോൺ കൊണ്ടുപോകുമ്പോഴും നമ്മൾ ഒരു ഇത് പറയില്ലേ, ദ മിയർ പ്രസൻസ് ഓഫ് എ ഫോൺ ക്യാൻ ഇമ്പാക്ട്. അതായത് നമ്മൾ കയ്യിൽ എടുക്കണം എന്നില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല, ദ മിയർ പ്രസൻസ് ഓഫ് എ ഫോൺ ക്യാൻ ഇമ്പാക്ട്. ഇവിടെ നമ്മുടെ ക്രിങ്കിലാണെങ്കിൽ പോലും ക്രിങ്കില് ഭയങ്കര ഇമ്പോർട്ടന്റ് മീറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മളോട് പറയും ഫോൺ സൈലന്റ് ആക്കി ബാഗിൽ വെക്കാന്ന് പറയും. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡെസ്കിൽ വെച്ചാൽ മതി, എവിടെങ്കിലും വെച്ചാൽ മതി. സോ അവിടെ ബാഗിൽ വെക്കുക എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. അതായത് ഒരു ഫോണിൽ നിന്ന്, നമ്മുടെ പ്രൊഡക്റ്റ് മാനേജർ തന്നെ പറഞ്ഞ കാര്യമാണ്, ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെമ്മറീസ്, തൗസൻഡ്സ് ഓഫ് മെമ്മറീസ് ആണ് ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുക. ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫോൺ ബാഗിനകത്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ കുറെ നേരം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് റിപ്പീറ്റഡ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരും, പല രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ്. അത് നമ്മുടെ തലേ ദിവസത്തെ ഒരു റീല് കണ്ടിരുന്നു, അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ടോ, വിച്ച് വാസ് ഓൾറെഡി സീൻ, നമുക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടിയതാ, പക്ഷെ അത് റിപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ പേഴ്സൺ ഇന്ന പോസ്റ്റിൽ ഇന്ന ആളുടെ ഇതിൽ പോസ്റ്റിൽ കമന്റ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ടോട്ടലി ഇറലവന്റ് ടു us. പക്ഷെ വി ആർ ഗെറ്റിംഗ് ബാക്ക് ടു ദാറ്റ് just because of that notification. ആ നോട്ടിഫിക്കേഷൻസ് പല രീതിയിലുണ്ടാവും. ആ നോട്ടിഫിക്കേഷൻ നമുക്ക് അറിയാവുന്നവരെ ടാഗ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കാം. അപ്പൊ എങ്ങനെ ഒരു യൂസർ റിട്ടൻഷൻ കുറയ്ക്കുക, എങ്ങനെ ഒരു യൂസറിനെ തിരിച്ച് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൽ റിസർച്ച് നടത്തുന്ന സൈക്കോളജിസ്റ്റ് they exist. ഓരോ ബിഗ് സ്കെയിൽ കമ്പനീസിലും there are psychologists working on ആപ്പിൽ എങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ യൂസേഴ്സിനെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കാം, എങ്ങനെ യൂസേഴ്സിനെ ഇതിലേക്ക് പിടിച്ചു നിർത്താം എന്നുള്ള കാര്യത്തിൽ മാത്രം റിസർച്ച് ചെയ്യുന്ന ബിഗ് സ്കെയിൽ. അപ്പോൾ ഇത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യില്ല. നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, ആൾക്കാർക്ക് അത് ലൈക്ക് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദിസ് വൺ? അതായത് നമ്മുടെ ഫോട്ടോസിന് ലൈക്ക് കിട്ടുന്നത് കൊണ്ട്, നമ്മളുടെ ഫോട്ടോസിന് ലൈക്ക് കിട്ടുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ദർ ഇസ് നോ ബെനിഫിറ്റ് ഫോർ ദം. അവർക്ക് ഇതിനകത്തൊന്നും ബെനിഫിറ്റ് ഇല്ല. പക്ഷേ അവരത് അങ്ങനെ ഒരു ഫീച്ചർ ഇത്ര കഷ്ടപ്പെട്ട ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ദർ ഇസ് ഹ്യൂജ് വർക്ക്. എന്തിനങ്ങനെ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യണം? ആ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യുമ്പോൾ ആ എത്ര ലൈക്ക് വരുന്നു എന്നുള്ളത് ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിലെ കമന്റ് സെക്ഷൻസ്, ഈ പോസ്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് പോകുന്നതിൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനെ ഇതിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഓൾസോ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് അനോണിമസ് പീപ്പിൾ കൂടുതൽ ഇൻവൈറ്റഡ് ആവുന്നതും, കൂടുതൽ നമ്മളുടെ പബ്ലിക് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ വരുന്നതും, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് ലൈക്ക് ഇഫ് എവറിത്തിങ് ഇസ് യൂസ്ഡ് ഓൺ എ പോസിറ്റീവ് മാനർ, ഇറ്റ് ഇസ് പ്രിറ്റി ഗുഡ്. നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല നോളജ് ഡെറൈവ് ചെയ്യുന്ന, നല്ല ഇൻഫർമേഷൻസ് തരുന്ന നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ലൈക്ക് നെഗറ്റീവ് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്യും. സോ അതിനകത്ത് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് താഴെ വെക്കാൻ പറ്റുന്നില്ലായിരിക്കാം.
ആക്സിഡന്റലി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവാം. അതായത് ഫോൺ അടുത്തുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ അടുത്ത്, ഞാൻ ഫോൺ മാക്സിമം എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഫോൺ വെക്കാതിരിക്കാൻ ശ്രമിക്കും. മാക്സിമം എൻ്റെ കാണുന്നതാണല്ലോ, ഡ്രോയറിനകത്തോ ബാഗിനകത്തോ എല്ലാം വെച്ച് മാറ്റി വെക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ചിലപ്പം വർക്കിൽ ഇടയ്ക്ക് ടെക്നിക്കൽ റീസൺസ് കൊണ്ട് എനിക്ക് ചിലപ്പം ഒരു 5 seconds ഒരു ലാഗ് വരും. ഈ 5 seconds നോട്ട് ദാറ്റ് പോയിന്റ്, 5 seconds, ഈ 5 seconds ലാഗിൽ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വരിക, ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കാം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് തോട്ട്. ആ മെസ്സേജ് നോക്കലിൽ നിന്നും പിന്നീട് ഒരു 10-15 minutesലേക്കുള്ള സ്ക്രോളിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം ദിസ് ഈസ് നോട്ട് ആക്സിഡന്റൽ. ഇത് നമ്മൾക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ദിസ് ഈസ് പെർഫെക്റ്റ്ലി പ്ലാൻഡ്. ആ ട്രാപ്പിലേക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് വീഴുന്നുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് മോഡ് പോലും നമ്മൾ സീരിയസ്ലി കൺസിഡർ ചെയ്ത് തുടങ്ങിയത്. അതായത് ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്നൊരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ഉറപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ വർക്ക് മോഡ് പോലും കൺസിഡർ ചെയ്യും. ഈവൻ ദോ വർക്ക് മോഡിലാണെങ്കിലും നമ്മൾ സ്റ്റിൽ ഇൻസ്റ്റ എടുക്കും അല്ലെങ്കിൽ വാട്സാപ്പ് എടുക്കും, എന്നിട്ട് നമ്മൾ സ്റ്റിൽ സ്ക്രോൾ ചെയ്യും. ഇത് നമ്മളുടെ ഞങ്ങളുടെ ടീം, ഇപ്പം ഞാൻ, മീ ആൻഡ് അലീന, വി ആർ വർക്കിംഗ് ടുഗദർ, വി ആർ ദ സെയിം ടീം. പ്രൊഡക്റ്റ് ടീമിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. അലീന R&Dയിലാണ്. ഞങ്ങളുടെ മീറ്റിംഗ്സിൽ, ഒരു മീറ്റിംഗിൽ ഞങ്ങൾ ഈ കാര്യം കോൾ ഔട്ട് ചെയ്തു. അതായത് ഞങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വി ആർ വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് ടൈം. അത് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കോൾ ഔട്ട് ചെയ്തു, അലീനയുടെ ഭാഗത്തുനിന്ന് അലീന കോൾ ഔട്ട് ചെയ്തു, ആൻഡ് ബാക്കി ടീം മെമ്പേഴ്സ് അവരുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഓരോരോ കോൾ ഔട്ട് ചെയ്തു. സോ ദ ടൈം ഈസ് ബീങ് വേസ്റ്റഡ്, ബട്ട് വി ഡോണ്ട് നോ ഹൗ, വി ഡോണ്ട് നോ വെൻ, വി ഡോണ്ട് നോ വൈ. അപ്പം നമ്മളിത് ഒരു ഡീപ്പർ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് നമ്മളുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, വി ആർ നോട്ട് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം ഓൺ ദ പ്രൊഡക്റ്റ്, വി ആർ നോട്ട് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം ഫോർ ദ വർക്ക് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഞങ്ങൾ കണ്ടതാണ് നമ്മളുടെ ഫോൺസ് അടുത്തിരിക്കുക എന്നുള്ള കാര്യം. ഞങ്ങളത് റീതിങ്ക് ചെയ്തു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണിലുള്ള ഒരു മോഡാണ് വർക്ക് മോഡ് എന്ന് പറയുന്ന കാര്യം. ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ആ ഒരു മീറ്റിങ്ങിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഞങ്ങൾ വർക്ക് മോഡിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുക, ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ദർ വാസ് നോട്ടിസബിൾ ഡിഫറൻസ്. ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് നമ്മൾ വർക്ക് ക്വാളിറ്റിയിൽ ഉണ്ടായത്. വി സ്റ്റാർട്ടഡ് ഡെലിവറിങ് തിങ്സ് മോർ ഫാസ്റ്റർ ദാൻ യൂഷ്വൽ. കൂടുതൽ ക്വാളിറ്റി ടൈം നമുക്ക് വർക്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ ഇൻ മൈ കേസ് എനിക്ക് കൂടുതൽ ക്വാളിറ്റി ടൈം, ക്വാളിറ്റി കോഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. കൂടുതൽ ക്വാളിറ്റി പ്രൊഡക്റ്റിൽ കൂടുതൽ ഫീച്ചേഴ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ചെറിയ ഡിഫറൻസ് ആണ്, ചെറിയൊരു ചേഞ്ച് ആണ് ഇത്ര ഒരു ഹ്യൂജ് ഡിഫറൻസിലേക്ക് കൊണ്ടുപോയത്. സോ ഈവൻ ഇഫ് അഡൽട്സ് ആയിട്ടുള്ള നമ്മൾ പോലും ഇതിലേക്ക് ഇത്ര മാത്രം എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്ര ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് അനദർ തിങ്. നമ്മൾ റിയലൈസ് ചെയ്തിട്ട് ഓക്കെ ഇപ്പൊ കൺട്രോൾ ചെയ്യണം. അപ്പൊ ലാപ്ടോപ്പിൽ ലൈക്ക് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഐറ്റംസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ പുറകെ പോകും. അപ്പൊ നമ്മളും ചെയ്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാപ്ടോപ്പിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ തീരെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു സർക്കംസ്റ്റൻസ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ളതായിരുന്നു. അതും നമുക്കൊരു മേജർ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു പോയിന്റ് ഇപ്പൊ ലിനോ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത്, അഡൽട്സിന് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ദ കേസ് ഓഫ് എ ചൈൽഡ്. അതായത് എനിക്കൊന്ന് ഫസ്റ്റ് എപ്പിസോഡിലാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവര് ജനിച്ച് വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ആവുന്ന കാര്യമാണ് മൊബൈൽ ഫോൺസ്. അത് നമ്മൾ പല പേരൻസിൻ്റെ അടുത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മളിപ്പം പേഴ്സണലി നമ്മൾ ഫാമിലിയെ വിസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പല റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന അവർ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ദേ ആർ പ്രൗഡ് ടു സേ ദാറ്റ് എൻ്റെ കുട്ടി, എനിക്കിതൊന്നും അറിയില്ല, പക്ഷെ ആള് മൊബൈലിൽ പുലിയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം ആള്, അവനോട് ചോദിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇത് കേൾക്കുന്ന ഒരു കുട്ടി, അത് ഒരു വേറൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ് ഒരു കുട്ടിയെ. അത് എനിക്ക് തോന്നുന്നു മറിയത്തിന്റെയും റസത്തിന്റെയും ഒരു ഡിസ്കഷൻ തന്നെ ഉണ്ട്, ഹൗ കിഡ്സ് ആർ ബീങ്, അതായത് കുട്ടികൾ മാതാപിതാക്കളെ പുച്ഛിക്കുന്ന ഒരു അവസ്ഥ. അത് റസത്തിന്റെ മറിയത്തിന്റെ റീസെന്റ് ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതല്ല, നമ്മൾ കുട്ടികൾ ആ ഒരു ലെവലില് കുട്ടികൾ ഈ ഒരു ടെക്നോളജിയിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ, അഡൽട്സ് ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം, അഡൽട്സ് ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ചിട്ട് നമുക്ക് നടക്കാത്ത കാര്യം എങ്ങനെ ഒരു കുട്ടിക്ക് നടക്കും? സോ
കുട്ടികളെ ഇത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യും, കുട്ടികളുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഇതിൻ്റെ ഒരു ടെക്നോളജിക്കൽ ആസ്പെക്ട് എല്ലാം നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.